You know the movie, you know the story. കരാട്ടെ കിഡ് ലെജൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലെജൻസ് ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. 1980s ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് കരാട്ടെ കിഡ്, അതിലെ നായകൻ പുള്ളി ഇപ്പോൾ ഒരു വലിയൊരു കരാട്ടെ മാസ്റ്ററാണ്. ഇനി അതിൻ്റെ തന്നെ ഓൾമോസ്റ്റ് റിപ്ലിക്ക ആയിട്ടുള്ള സിനിമയാണ് ജാക്കി ചാനും ജെയ്ഡൻ സ്മിത്തും അഭിനയിച്ചിട്ടുള്ള കരാട്ടെ കിഡ്. അതിൻ്റെ തന്നെ ഒരു റീമേക്ക് എന്ന് പറയാം. അപ്പോൾ അതിലെ ഹാൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് ജാക്കി ചാൻ ഇതിലും വരുന്നത്. സോ ഈ രണ്ട് കഥാപാത്രങ്ങളും ഒന്നിച്ച് ഒരു പയ്യനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ കരാട്ടെ കിഡ്. ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കാര്യം ജാക്കി ചാൻ്റെ ആ ഒരു തിരിച്ചുവരവാണ്. അതുപോലെ തന്നെ ഇതിലെ പയ്യൻ വലിയ കുഴപ്പമില്ല, പുള്ളിയുടെ ഒരു നല്ലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് സിനിമ കംപ്ലീറ്റ്ലി പ്രഡിക്റ്റബിൾ ആണ്. ഒരു കുട്ടി ഒരു സിറ്റിയിലേക്ക് വരുന്നു. ഇവിടെ ആകുമ്പോൾ ചൈനയിൽ നിന്ന് പുള്ളിക്കാരൻ നേരെ അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ബുള്ളിയെ നേരിടേണ്ടി വരുന്നു. അതുപോലെ മറ്റു ചില പരിചയപ്പെടുന്ന കഥാപാത്രങ്ങൾ, നായികയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവൻ ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ ബുള്ളിങ് നേരിട്ടവനെ തന്നെയാണ് അവൻ ഫൈനലി ഫൈറ്റ് ചെയ്യുന്നത്, തോപ്പിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ രണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട്. ജാക്കി ചാനും ജെയ്ഡൻ സ്മിത്തും വന്നിട്ടുള്ള ദ കരാട്ടെ കിഡ് എന്ന് പറയുന്ന സിനിമ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് തവണ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ. അതിലെ ആ ഒരു സ്റ്റോറി ആണെങ്കിലും ക്യാരക്ടർ ബിൽഡിംഗ് ആണെങ്കിലും അതൊരു ത്രൂ ഔട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. കഥാപാത്രങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. അവരത് ചെയ്യുന്നതിനൊരു മീനിങ് ഉണ്ട്. അതിൽ നായകൻ ഫൈറ്റ് ചെയ്യുമ്പോൾ അവൻ ജയിക്കണമെന്നുള്ളത് നമ്മുടെ കൂടി ഒരു ആവശ്യമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ആ സംഭവങ്ങളൊക്കെ എനിക്ക് ലാക്ക് ചെയ്തു. ജാക്കി ചാൻ ആണെങ്കിൽ ഈ ജാക്കറ്റ് ഇട്ടുള്ള ട്രെയിനിങ് പരിപാടി ഉണ്ടല്ലോ, പുട്ട് ഓൺ ജാക്കറ്റ്, ആ ഒരു സംഭവങ്ങൾ അത് വെച്ചിട്ട് പുള്ളി ഇപ്പോൾ ഒരു ട്രെയിനിങ് സ്കൂൾ തന്നെ തുടങ്ങി. അതിൻ്റെ ബേസിക് പഠിപ്പിക്കുന്ന ടെക്നിക്ക് ജാക്കറ്റ് ബേസ് ചെയ്തിട്ടാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു വൻ കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സിനിമ അത്ര മോശമാക്കിയില്ല. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് സിനിമ പോകുന്നത്. ഒരു എക്സ്ട്രാ ഫാസ്റ്റ് പേസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻ്റർവെല്ലിൻ്റെ ആവശ്യം പോലും ഇല്ല. അത്രയും പെട്ടെന്ന് സിനിമ ഓടിച്ച് കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളുമായിട്ടോ സിറ്റുവേഷൻസുമായിട്ടോ കണക്ട് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. നമുക്ക് ആരോടും ഒരു ഇമോഷൻ്റെ ആവശ്യം പോലുമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടുവിട്ടാൽ മാത്രം മതി. കുറേ റീല് കാണുന്നത് പോലെയാണ് ആ ഒരു സിനിമ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുന്നത്. ക്യാരക്ടർ ഗ്രോത്തും പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനില്ല. നമ്മുടെ നായകന് ചില പാസ്റ്റ് ട്രോമാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനത് ചേഞ്ച് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ കരാട്ടെ ഹെൽപ്പ് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനൊരു സംഭവമൊന്നും ഈ സിനിമയിൽ എവിടെയും കാണുന്നില്ല. ഇതിൽ കരാട്ടയും കുംഫുവും രണ്ടും ഒരുമിച്ച് വരുന്നുണ്ട്. നായകന് ഓൾറെഡി കുംഫു അറിയാം, അവൻ പഠിക്കുന്ന കരാട്ടയാണ്. സോ ബേസിക്കലി അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു സംഭവമായിട്ട് നമ്മുടെ നായകൻ മാറുകയാണ്. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് അവരങ്ങനെ വരുത്തി വെച്ചതുപോലെയാണ് ഫീൽ ചെയ്തത്. ഇതിലിപ്പോൾ അവർ നായകന് ഫൈറ്റ് ചെയ്യേണ്ട സത്യം പറഞ്ഞ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നായകന് ട്രെയിനിങ്ങിൻ്റെയോ രണ്ട് മാസ്റ്റേഴ്സിൻ്റെയോ യാതൊരു ആവശ്യവുമില്ല. ഈ സിനിമയുടെ കാര്യത്തിലും യാതൊരു ആവശ്യവുമില്ല. അതല്ല, ഈ സിനിമയിൽ നടക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഈ സിനിമയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. മിക്കതും വരുത്തി വെക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. കണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. ഇതിൽ നായകൻ്റെ ഒരു ഫൈറ്റ് സീനുണ്ട്. കുറച്ച് ഗുണ്ടകളെ അവൻ ഫൈറ്റ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പഴയ ഒരു ജാക്കി ചാൻ ഫൈറ്റിൻ്റെ ആ ഒരു വൈബൊക്കെ ആ ഒരു ഫൈറ്റ് സീൻ തന്നായിരുന്നു. അത് ഒഴിച്ച് നിർത്തിയിട്ട് എനിക്ക് ബാക്കി ഫൈറ്റ് സീൻസ് ഒന്നും അത്രയും വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല. ഈവൻ ഫൈനൽ ഫൈറ്റ് ആണെങ്കിൽ പോലും ആ ഒരു ഇമ്പാക്റ്റോ സംഭവങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ ജാക്കി ചാൻ്റെ 2 or 3 ചില തമാശ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കോമഡീസ് ആണ്. അതെനിക്ക് രസമായിട്ട് തോന്നി. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കോമഡിയോ സംഭവങ്ങളോ ഒന്നും സിനിമയിലില്ല. പിന്നെ ഇതിലെ ലെജൻസ് എന്തിനാണ് റീയൂണൈറ്റ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതിലെ നായകനെല്ലാം ഓൾറെഡി അറിയാം. അവന് ജസ്റ്റ് 2 or 3 ഐഡിയാസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു മാസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശം. പിന്നെ ചിലൊരു കോമഡി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഒരു ഇമോഷൻസിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള സംഭവങ്ങൾ മാത്രമേ അതുവഴി അവർ നടത്തിയിട്ടുള്ളൂ. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള കണ്ട് മറക്കാൻ സാധിക്കാവുന്ന ഒരു സിനിമയാണ് കരാട്ടെ കിഡ് ലെജൻസ്. ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.